അവർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള സർവ്വതിക്ക് കൂടുതൽ തെളിവുകളൊക്കെ വരുന്നത് ആവശ്യത്തിന് സമരപ്പെട്ടുള്ളൂ. ഇത് മുഖ്യമന്ത്രിയുടെ വീണാനുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ്, മുഖ്യമന്ത്രി കേസിന്റെ ഭാര്യയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പണക്കൈമാറ്റം നടന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതൊന്നും സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പി കമ്പനി, ആ പി കമ്പനിക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങൾ അതൊക്കെയാണല്ലോ ഈ ദിവസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരങ്ങൾ അതേപടി തന്നെ തുടരും. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദനം, ആ വിഷയത്തിനകത്തും തെരുവിൽ ശക്തമായ സമരങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ വരുന്ന മുറയ്ക്ക് ആ വിഷയത്തിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അധ്യക്ഷൻ വന്നപ്പോ ചില മാധ്യമ പ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തി. കർണാടക കേന്ദ്രീകരിച്ചു കൂടി ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ശ്രീ എം ടി വാസുദേവൻ നായരുടെ വിമർശനം പരോക്ഷമാണ് എന്ന് തോന്നുന്നത് ഇപ്പോഴും നിശബ്ദത കവചമാക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് പരോക്ഷമാണെന്ന് തോന്നുന്നത്. ശ്രീ എം ടി വാസുദേവൻ നായർ മുഷ്ടി ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവണതയില്ല. അദ്ദേഹം ബാരിക്കേഡിൽ പോയി പോലീസുകാരോട് തള്ളുന്ന ശീലമുള്ള ആളുമാണ്. അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? സാംസ്കാരികമായ ഇടപെടൽ. ആ സാംസ്കാരികമായ ഇടപെടലിൽ ഞങ്ങൾ നടത്തുന്ന സമരത്തേക്കാൾ ഉയരത്തിലായിരുന്നു എം ടിയുടെ വാക്കുകൾ. എന്താ എം ടി പറഞ്ഞത്? അമിത അധികാര പ്രവണതകൾക്കെതിരായിട്ടാണ് എം ടി വാസുദേവൻ സംസാരിച്ചത്. ഞങ്ങളുടെ സമരങ്ങളുടെ തുടർച്ചയായി ശ്രീ എം ടി അടക്കമുള്ള സാംസ്കാരിക മേഖലയിലെ കുലപതികൾ, കേരളത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായി നിൽക്കുന്ന ആളുകൾ പ്രതികരണങ്ങളുമായി കടന്നു വരുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. എം ടി മാത്രമല്ല, ശ്രീ എം മുകുന്ദന്റെ പ്രസ്താവന നമ്മൾ വായിച്ചു. ശ്രീ ടി പത്മനാഭൻ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ടൊരു വനിതാ സഹപ്രവർത്തകർ റിയയുടെ മുടിയിൽ പോലീസുകാരൻ ബൂട്ടുവെച്ച് ചവിട്ടുന്ന ഒരു കാഴ്ച ഹിറ്റ്ലറിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചു, മുസോളിനിന്റെ ഭരണകാലഘട്ടത്തിൽ നിങ്ങൾ വായിച്ചു. അന്ന് പോലും ഇല്ലാത്ത ക്രൂരതയ്ക്കെതിരായിട്ടാണ്. ആധുനിക ദുശാസനം എന്നല്ല, ദുശാസനന്റെ ജീൻ തന്നെയാണ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അതുകൊണ്ടാണല്ലോ വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുക. ആ ദുശാസനന്റെ ജീനുമായി പിണറായി വിജയൻ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത്. ഇപ്പൊ ടി പത്മനാഭന്റെ പ്രതികരണം നമ്മൾ വായിച്ചു, സാറ ടീച്ചറിന്റെ പ്രതികരണം നമ്മൾ വായിച്ചു. കുറെ കാലമായി വളരെ ഔന്നത്യത്തോടു കൂടി സന്യാസതുല്യമായ ജീവിതം നയിക്കുന്ന ലീലാവതി ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിശക്തമായ ഭാഷയിൽ ഈ സർക്കാരിനെതിരായിട്ട് ശബ്ദം ഉയർത്തുമ്പോഴെങ്കിലും ഇനിയെങ്കിലും ഈ സർക്കാരിന്റെ നക്കാപ്പിച്ച അക്കാദമി അവാർഡുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന, നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷ CIQ സാംസ്കാരിക പ്രവർത്തകർ ഒരല്പം നാണം ഇനിയെങ്കിലും പ്രകടിപ്പിക്കണം. മൗനം വെടിയണമെന്ന് പറയുന്നില്ല, നിശബ്ദത വെടിയണമെന്ന് പറയുന്നില്ല. ഒരല്പം നാണം ഇനിയുള്ള കാലത്തെങ്കിലും ആകാമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പറയാനായിട്ടുള്ളത്. ഈ സാംസ്കാരിക നായകന്മാർക്കടക്കം അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള വേദികൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് അതേതാ കേസ്? ഏതാ കേസ്? മുഹമ്മദ് റിയാസിന്റെ വീട് വളർത്തിക്കൊണ്ടതിന്റെ കേസ് ഏതാ? അല്ല, കേസ് ഏതാന്നുള്ളത് എന്റെ പ്രതിശ്രുത ഭാര്യ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനം തല്ലിത്തലർത്തു എന്ന കേസിലാണോ എന്റെ വീട് വളർന്നത്? ആണോ? എന്റെ ഭാവി ഭാര്യയുടെ പിതാവിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ കൈ തല്ലിയടിച്ചു എന്നതിന്റെ പേരിലാണോ എന്റെ വീട് വളർന്നത്? എന്റെ വീട് വളർന്നത് സമരം ചെയ്തതിന്റെ പേരിൽ അല്ലേ?
ഈ നാട്ടിലെ പെൻഷൻ വാങ്ങാൻ കഴിയാതെ പോകുന്ന നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് എന്റെ വീട് ഉള്ളത്. രണ്ട് കേസ്. നാളെ വണ്ടിപ്പെരിയാറിൽ അർജുൻ പറയുക, എന്റെ കയ്യിൽ പണ്ട് കയ്യാമം വെച്ചുകൊണ്ട് പോയില്ല, ഞാനൊരു രാഷ്ട്രീയ ഡിവൈഎഫ്ഐ കൊണ്ടുവരാനാണ് അർജുൻ. വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ പീഡിപ്പിച്ച അർജുൻ ഡിവൈഎഫ്ഐ കൊണ്ടുവരാൻ നേതാവ്. അവൻ പറയുക അന്ന് തന്നെ വിലങ്ങ് വെച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയുന്ന നാളുകൾ രാഷ്ട്രീയ ശ്രമം ചെയ്ത് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ കേസ് കൂടി പറയണം. ഏത് കേസ്? മുഹമ്മദ് റിയാസിന്റെ കേസ് ഏതാ? ഏത് സമരത്തിന്റെ പേരിലാണ് മുഹമ്മദ് റിയാസിന്റെ വീട് പറഞ്ഞത്? പറയട്ടെ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അങ്ങ് പറ. അങ്ങനെ ഏതെങ്കിലും ഒരു സമരം ചെയ്തതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും DIG ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് ഗൗരവത്തിൽ എടുത്ത് സർക്കാർ മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു അന്വേഷണത്തെ എങ്ങനെയാണ്? ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞല്ലോ, അവര് കുറച്ച് ഗൗരവത്തിൽ കാണട്ടെ. നമ്മൾ പറഞ്ഞല്ലോ, ഗൗരവത്തിൽ തന്നെ അവർ കാണട്ടെ. ഇനി ക്രൈംബ്രാഞ്ച് അല്ല, അവര് കഴിയുമെങ്കിൽ നമ്മുടെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസി, ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല, ഏതെങ്കിലും ഏജൻസി കൊണ്ടുവരട്ടെ. അവർക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യട്ടെ. നമുക്ക് ഇതിനകത്ത് ആശങ്കകളില്ല. ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഇനി എന്തെല്ലാം ചെയ്താൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുന്ന സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും, തെരുവിലുണ്ടാകും. ഈ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പം അതിന് ആരോപണ വിധേയരായ ഏതെങ്കിലും തരത്തിൽ സംഘടനാ തലത്തിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? സംഘടനയ്ക്കകത്ത് ലഭ്യമായിട്ടുള്ള പരാതികൾ നമ്മൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ഇന്നിപ്പം ഇത് വീണ്ടും ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. സംഘടനയ്ക്കകത്ത് വന്നിട്ടുള്ള പരാതികൾ, ആ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? സംഘടനയ്ക്ക് പുറത്തേക്ക് പോയിട്ടുള്ള പരാതികളുണ്ടോ? ആ പരാതികളോട് സംഘടനയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ്. ഞാൻ ചോദിക്കുന്നത്, സമരം ചെയ്തതിന്റെ പേരിൽ എന്നെ വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസല്ലേ ഈ നാട്ടിലുള്ളത്? അന്വേഷിക്കട്ടെ. അതിനേക്കാൾ ഊർജ്ജസ്വത അവർക്ക് എന്തായാലും ഇതിനകത്ത് കാണുമല്ലോ. ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു വേട്ട നടത്താമല്ലോ. നടത്തട്ടെ. സർക്കാർ ഈ വേട്ട നടത്തിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. സമരത്തിന്റെ പേര് വേട്ടയാടിയിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല. അപ്പോഴാണ് പിന്നെ വേറെ ഏതെങ്കിലും കേസ് വേണ്ടത് വരട്ടെ. നമുക്കതിനകത്ത് ആശങ്കകളില്ല. DIG അല്ല, വിജയൻ നേരിട്ട് അന്വേഷിക്കണം. എന്തിനാ DIG ആയിട്ട്? വിജയന് ശശിയും കൂടെ രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങട്ടെ, അവരിറങ്ങട്ടെ. എന്തിനാ DIG ഒക്കെ ഏൽപ്പിക്കുന്നത്? DIG ഏൽപ്പിച്ചാൽ അവസാനം ശശിയും വിജയനും തന്നെ തീരുമാനിക്കുന്നത്. എന്തിനാ DIG ആയിട്ട് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്?